ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? പ്രത്യേകിച്ച് നാട്ടിലെല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴ ഇപ്പം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇവിടെയും മിക്ക ദിവസങ്ങളിലും മഴയുണ്ട്, എന്നാലും നാട്ടിലെ പോലെ മഴയില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അതിൻ്റെ റീസണൊക്കെ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാമെന്ന്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അതെല്ലാം പറയാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചണിലൊരു കട്ടൺ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അപ്പോൾ ദിനുവാണെങ്കിൽ രാവിലെ നടക്കാൻ പോകാനായിട്ട് എണീറ്റ് വന്നതാണ്. അപ്പോഴാണ് നല്ല മഴ. പിന്നെ അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഇത് ഞാൻ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. മഴയാണെങ്കിലും നമുക്ക് പാത്തുവിനെ സ്കൂളിൽ വിടണം, ദിനുവിന് ഓഫീസിൽ പോകണം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇന്നിപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പൈനാപ്പിൾ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 തവണ പച്ചടിയൊക്കെ വെക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ബാക്കി പച്ചടി വെക്കുകയാണ്. അതുകൂടാതെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തലേന്ന് തന്നെ ഞാൻ അരി തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അതൊന്നുകൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ നിന്ന്. പിന്നെ ഇന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് മാങ്ങാപ്പഴം കറിയുണ്ട്, പൈനാപ്പിൾ പച്ചടിയുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്കൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് അതൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് കോവയ്ക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മെഴുക്കുവരട്ടി വെക്കുമ്പം സവോളയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ പല രീതിയിൽ വെക്കാമല്ലോ. ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ട് വെക്കാം, പച്ചമുളക് കീറിയിട്ടിട്ട് വെക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ മെഴുക്കുവരട്ടി വെക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു ഗ്രീൻ ടീ ഒക്കെ എടുത്ത് മഴയൊക്കെ കണ്ട് ബാൽക്കണിയിലേക്ക് വന്നതായിരുന്നു. അതിനുശേഷം നമ്മുടെ അരിയൊക്കെ വെന്ത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനതൊന്ന് വാർത്തിടുകയാണ്. തക്കാളി ചമ്മന്തിക്കുള്ളതെല്ലാം ഞാൻ വഴറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞു മാങ്ങാപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നാടൻ മാങ്ങയൊന്നും ആണെന്ന് തോന്നുന്നില്ല, എന്നാലും കറി വെക്കാൻ പറ്റുന്ന മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വെക്കാനായിട്ട് ഒരു 4 മാങ്ങ ഞാൻ ഇപ്പം ദിനുവിന് ഇഷ്ടപ്പെട്ട രീതിയിലൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്, നാട്ടിൽ അമ്മ വെക്കുന്ന പോലത്തെ. അതേസമയം നമ്മൾ തൈരൊക്കെ ഒഴിച്ച് വെക്കുന്ന ആ ഒരു കറിയല്ല ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മാമ്പഴം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മാങ്ങാപ്പഴം ഒന്ന് കുക്ക് ചെയ്യണം. മാങ്ങാപ്പഴം അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ്സോളം തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പാണ് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. അപ്പം മാങ്ങാപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് മാമ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഇത്തിരി ലൂസായിട്ട് വേണം ഈ ഒരു കറി ഇരിക്കാനായിട്ട്, അതാണ് ദിനുവിന് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം കൂടെ ഞാൻ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്കാകാനായിട്ട്, ആ ഒരു അരപ്പൊക്കെ ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചിടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിന് മുന്നായിട്ട് തന്നെ നമ്മൾ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു മാമ്പഴ പുളിശ്ശേരിയുടെ ആ ഒരു ടേസ്റ്റിലേക്ക് വരും. അതും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ തൈരൊക്കെ ഒഴിച്ച് പുളിശ്ശേരി വെക്കുന്നതിലും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ കൂട്ടാനാണ്. അപ്പോൾ എന്തായാലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് സെറ്റിയിലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പം മഴയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ കുടയൊക്കെ ചൂടി സ്കൂളിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ ബഹളമൊന്നും വെക്കുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നല്ല കരച്ചിലായിരിക്കും, പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ല, ഇപ്പം നന്നായിട്ട് മഴ കൂടിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ പാത്തുവിന് സ്കൂളിലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് കാരമൽ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊടുത്തു വിടുവാണെങ്കിലല്ലേ അവർ കഴിക്കുകയുള്ളൂ. അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ കൊണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഓരോ ഷേപ്പിൽ എന്നെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോ ഷേപ്പിൽ ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്ത് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കും കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ പനീർ ഞാൻ ഫ്രൈയും ചെയ്യുന്നുണ്ട്. പനീർ ഫ്രൈ ഒക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ കൊടുത്തു വിടാനായിട്ട് അങ്ങനെ ഓരോ ഷേപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയാറുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ നമ്മളെ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് കൂടുതലായിട്ടും ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പാത്തുവിനും വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു വലിയ ഗ്യാപ്പ് വന്നത് എനിക്ക് അതിനിടയ്ക്ക് ത്രോട്ട് പെയിൻ വന്നിട്ട് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അതിനിടയ്ക്ക് വൈറൽ ഫീവർ വന്നു, 103 ഡിഗ്രി പനി, അതിൻ്റെ കൂട്ടത്തിൽ ലൂസ് മോഷൻ, ഛർദി, അങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് പാലായിൽ എൻ്റെ അച്ഛന് ഡെങ്കിപ്പനി ആയിരുന്നു. അച്ഛനും ഒരാഴ്ചയോളം ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ കുറേ ദിവസം വീഡിയോ ഇടാണ്ടാകുമ്പോഴത്തേക്കും നമുക്കും ഓട്ടോമാറ്റിക്കലി പിന്നെ ഒരു ചെറിയ മടി വരും. അങ്ങനെ ഒരു ചെറിയ മടിയും കൂടെ എന്നെ ബാധിച്ചായിരുന്നു. ഇപ്പോൾ എന്തായാലും എടുത്തു വെച്ചിരുന്ന വീഡിയോസ് പതുക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി മടി കൂടാതെ സ്ഥിരമായിട്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. നിങ്ങളും വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ പാത്തുവിന് പല ഷേപ്പിലുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എഗ്ഗ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഇതാകുമ്പോൾ ഒരു ദോശ മതി, ദിനുവിനും പാത്തുവിനും ഓരോ ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ദിനുവിന് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചു, പാത്തുവിൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചു. അപ്പം ദിനുവിന് എഗ്ഗ് ദോശ കൊടുത്തപ്പോഴത്തേക്കും പാത്തും പ്ലേറ്റും ഒക്കെ ആയിട്ട് വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്തുവിനും കൊടുത്തു. അപ്പം തക്കാളി ചമ്മന്തിയും കൂട്ടിയിട്ടാണ് എഗ്ഗ് ദോശ കഴിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ വേറെ കറികളും വേണ്ട, ഈ ഒരു ഒറ്റ കറി മതിയാകും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ദിനു പതുക്കെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിനെ ഞാൻ യൂണിഫോം ഒക്കെ ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം തലയൊക്കെ ഒന്ന് കെട്ടി പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മളും ദിനു 8:30 ആകുമ്പോഴത്തേക്കും പോവും. നമ്മൾ 8:50 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. പാത്തുവിന് 9 മണിക്കാണ് ബസ് വരിക. അപ്പോഴേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി, മഴയുള്ളത് കൊണ്ട് തന്നെ പാത്തുവിന് കുട കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു കുടയുള്ളത് എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് കണ്ടതുമില്ല. അലമാരിക്കകത്ത് എവിടെയും ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് ധൃതി വെച്ച് നോക്കുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ ശ്രദ്ധയപ്പെടത്തില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ പാത്തുവിൻ്റെ കുടയുണ്ടല്ലോ, അപ്പോൾ കുടയില്ലാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പാത്തുവിനെ വിടാനായിട്ട് ഇറങ്ങി. പിന്നെ പാത്തുവിൻ്റെ സ്കൂൾ ബസ് വന്നപ്പോൾ അവളെ കയറ്റി വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാനും ചൂടോടെ 2 ദോശയൊക്കെ ഉണ്ടാക്കി, നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കി. നല്ല ക്രിസ്പി ദോശയും അതുപോലെ തന്നെ ചായയും തക്കാളി ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആകെ മൂടി കിടക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എല്ലാം ക്ലീനാക്കി, കിച്ചണും വീടും ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ടൊരു പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്